നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. ട്രംപ് കട്ടയ്ക്ക് ചില പ്രഖ്യാപനങ്ങൾ നടത്തി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധം അവസാനിച്ചുവെന്ന് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ ബന്ദി കരാർ ആദ്യ 3 ബന്ദികളെ ഇക്കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരുന്നു. വീണ്ടും 4 വനിതാ ബന്ദികളെ നാളെ ഹമാസ് മോചിപ്പിക്കും. അതിൻ്റെ അന്തിമ നടപടികളിലേക്ക് കടന്നുവെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ മറുവശത്ത് ഇന്ന് ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം, ഇറാന്റെ ആണവായുധ നീക്കങ്ങൾക്ക് തടയിടാൻ നമുക്ക് കഴിയും. അത്തരം നീക്കങ്ങൾക്ക് ഇനി അമേരിക്ക മുന്നിട്ടിറങ്ങും. അത് പക്ഷേ ഇസ്രയേൽ പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ തലത്തിലല്ല ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്ന തലത്തിലേക്ക് അവരെ ഒരു കരാറിലെത്തിക്കുമെന്നാണ് ഇന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ആക്രമിക്കാതെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അമേരിക്ക അല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ആ പ്രശ്നത്തെ ഇന്ന് ലോകത്തിന് മുന്നിൽ ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ അവരെ കൊണ്ട് തന്നെ ഉപേക്ഷിപ്പിക്കാൻ അവരെ നിർബന്ധിതരാക്കും. അത് പക്ഷേ കരാറിലൂടെയും മറ്റ് സമ്മർദ്ദങ്ങളിലൂടെയും ആയിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. ഇസ്രയേൽ തങ്ങൾ തുടങ്ങിവെച്ച യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നു. എന്താണ് ഈ 2 പ്രഖ്യാപനങ്ങൾ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുമോ? ഈ 2 പ്രഖ്യാപനങ്ങളെയും ഒരു പരിധിവരെ നമുക്ക് ലിങ്ക് ചെയ്യാൻ കഴിയും. ട്രംപിന്റെ ഒരു നയമാണ് സമാധാനം കൊണ്ടുവരിക. ലോകത്തെല്ലായിടത്തും വിഘടിച്ച് നിൽക്കുന്ന ആളുകളെ ഞാൻ യോജിപ്പിക്കുന്നവനാണ്, പരസ്പരം തല്ലിപ്പിക്കുന്നവനല്ല എന്ന ഒരു വാഗ്ദാനം. അത് പൂർണ്ണമായി പാലിക്കപ്പെടണമെങ്കിൽ ചില അൺകൺവെൻഷണൽ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. നോക്കൂ, ഇറാൻ എന്താണ് വേണ്ടത്? ഇറാന് വേണ്ടത് ഇറാന്റെ ഇപ്പോഴത്തെ ഒരു ഭരണകൂടം, മത ഘടനകൾ നയിക്കുന്ന ഒരു ഭരണകൂടം, അത് തുടരാനുള്ള അന്തരീക്ഷമാണ്. ഇസ്രായേലിന്റെ പദ്ധതി എന്താണ്? എങ്ങനെയെങ്കിലും അത് അട്ടിമറിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആ ഘടന അട്ടിമറിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ ആളുകൾക്ക്, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്നാണ് ഇസ്രായേലിന്റെ പോളിസി. അതുകൊണ്ടാണ് തീർച്ചയായും ഇസ്രായേൽ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അമേരിക്ക ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് നിങ്ങളായി നിങ്ങളുടെ പാടായി, പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടണം. ഇത് തന്നെയാണല്ലോ അമേരിക്കയുടെ പദ്ധതി. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങളുടെ ഹൈഡ്രോ കാർബൺ, അതാണ് നിങ്ങളുടെ ശക്തി. ആണവ ശക്തിയല്ല നിങ്ങളുടെ ശക്തി. ആണവ ശക്തി നിങ്ങൾ പേടിയിൽ നിന്നുമാണ് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത്. ഇസ്രായേലിനെയും ഒരുപക്ഷെ അമേരിക്ക എന്ന ഞങ്ങളെയും എല്ലാം പേടിച്ചാണ് നിങ്ങൾ ആണവ പോർമുനകൾ സൃഷ്ടിക്കുന്നതും ലോകത്തെ ഭയപ്പാടിലാക്കുന്നതും. മുൻപ് ഞങ്ങൾ കൂടി ഇടപെട്ട് ആണവ കരാറായതാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏകപക്ഷീയമായി പിൻവലിച്ചു. എന്നാൽ ഇപ്രാവശ്യം അങ്ങനല്ല. സമഗ്രമായ ഒരു ആണവ കരാർ, യുറേനിയം സമ്പുഷ്ടീകരിച്ച് നിങ്ങൾ ആണവ ആയുധങ്ങളിലേക്ക് കടക്കരുത്. നിങ്ങൾക്ക് 90% ആണവ സമ്പുഷ്ടീകരണ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് 100% ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നൽകുന്ന ഉറപ്പുകൾ നിങ്ങൾ വിശ്വസിക്കണം. ഇറാന് മേലുള്ള എണ്ണ ഉപരോധം ഒരുപക്ഷെ അവസാനിപ്പിക്കും. അങ്ങനെയെങ്കിൽ ഞങ്ങളും എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡ്രിൽ ബേബി ഡ്രിൽ. ഇതാണ് അമേരിക്കയുടെ മണ്ണിന്റെ അടിയിൽ പൊന്നമ്മ. അപ്പൊ തീരെ ചെറിയൊരു നിക്ഷേപമല്ല ഉള്ളത്. നിങ്ങൾ അത്രയും അതിനേക്കാൾ കൂടുതൽ നിക്ഷേപം ഞങ്ങളുടെ മണ്ണിനടിയിൽ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുഴിച്ചെടുക്കും. ഒരുപക്ഷെ വിലകൾ താഴെ പോകും, നിങ്ങളും കുഴിച്ചെടുത്തോളൂ. വിലകൾ താഴെ പോകും, സാരമില്ല, നിങ്ങൾക്ക് ഏറെ ഉണ്ടല്ലോ, കുഴിച്ചെടുക്കാം. റഷ്യ അങ്ങനെയല്ല. ഒരുപക്ഷെ റഷ്യയെ ഞങ്ങൾ സമ്മർദ്ദത്തിലാക്കും. നിങ്ങൾ റഷ്യയുമായുള്ള ഇടപാടുകൾ കുറയ്ക്കേണ്ടി വരും. ഇതൊക്കെ ആയിരിക്കണം ട്രംപിന്റെ മനസ്സിലുള്ളത്. ഈ മനസ്സിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നമുക്കിപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാനേ കഴിയൂ. ട്രംപ് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് നാനാർത്ഥങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇറാനുമായി ഒരു പുതിയ ആണവ കരാർ, സമാധാന കരാറല്ല, ആണവ കരാർ ഒപ്പിടാൻ അമേരിക്ക, ട്രംപ് തന്നെ മുന്നിട്ടിറങ്ങിയാൽ ഇസ്രായേലിനെ മറുപക്ഷത്ത് കോൺഫിഡൻസ് എടുക്കുകയും വേണം. അപ്പൊ ഈ 2 രാജ്യങ്ങളും പരസ്പരം പോരടിക്കില്ല. ഇനി ഒരിക്കൽ പോലും പരസ്പരം മിസൈലുകൾ അയച്ച് പ്രോക്സി വാറിൽ നിന്നും പിന്മാറണം എന്ന അൾട്ടിമേറ്റവും ഇറാന് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇപ്പോൾ ഇത്രയും സമ്പത്തുണ്ടെങ്കിലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വളരെ ദുർബലമാണ്. ഇറാൻ വളരെയധികം കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. എണ്ണ കയറ്റുമതിക്കുള്ള സുഗമമായ പാത ഒരുക്കാൻ ട്രംപ് വിചാരിച്ചാൽ തീർച്ചയായും നടക്കും. ആ ഒരു കാര്യമായിരിക്കണം ട്രംപിന്റെ മനസ്സിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് പലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് വിഷയങ്ങളെ ബൈഫർക്കേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അവിടെ സമാധാനമായല്ലോ,
നിങ്ങൾ ഇനിയും ഹൂതികളെയോ അല്ലെങ്കിൽ ഹമാസിനെയോ ഹിസ്ബുള്ളയോ സഹായിക്കേണ്ട ആവശ്യമില്ല. അവർ അവരുടെ കാര്യം നോക്കിക്കോളും. നിങ്ങളുടെ ഏജൻസായി അവർ പ്രവർത്തിക്കേണ്ട. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഈ കരാറിൽ നിന്നും പിൻവാങ്ങും. നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ എണ്ണ കച്ചവടം ബുദ്ധിമുട്ടാകും. അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എണ്ണ അത് കൺവെൻഷണൽ ഊർജ്ജോപാധിയാണ്. ആണവം അത് നോൺ കൺവെൻഷണൽ ആണ്. നിങ്ങൾ ആണവ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തോളൂ. അത് സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി, ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾ അതിന് സഹായം ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ട്രംപിന്റെ മനസ്സിൽ ഒരു പക്ഷേ ഇരിക്കുന്നത്. മറുവശത്ത് ഇന്ന് ഷിൻബെറ്റ് ചീഫിന്റെ ചില പ്രസ്താവനകൾ അദ്ദേഹം പറയുന്നത് ഇനി നമുക്ക് നല്ല സമറിയാക്കാരാവാം എന്നാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് പ്രതിരോധത്തിലൂടെ, യുദ്ധത്തിലൂടെ മാത്രം ഭീകരതയെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതിന് പലവിധ ബഹുമുഖ പദ്ധതികൾ വേണമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ യുദ്ധത്തിലൂടെ പൂർണ്ണമായും ഭീകരതയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു എന്ന് വേണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ. ഇതുവരെ നമ്മൾ ബഹുമുഖ യുദ്ധത്തിലായിരുന്നു. ഇനി നമ്മൾ പുതിയ തലത്തിലേക്ക് കടക്കുന്നു. അത് നല്ല സമറിയാക്കാരന്റെ ഒരു റോളായിരിക്കുമെന്ന് ഷിൻബെറ്റ് ചീഫ് പറയുന്നു. അതും IDF ചീഫിന്റെ സാന്നിധ്യത്തിലാണ് അത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഷിൻബെറ്റ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയാണ് ഷിൻബെറ്റ്. IDF എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് സംവിധാനവും മൊസാദ് എന്ന് പറയുന്നത് രഹസ്യാന്വേഷണ വിഭാഗവുമാണ്. ഈ 3 സംവിധാനങ്ങളാണ് ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തെ, 1 കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ നിലനിർത്തുന്നത് ഈ സംവിധാനങ്ങളാണ്. ഈ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഷിൻബെറ്റിന്റെ മേധാവി പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര സുരക്ഷ ഒരുങ്ങണമെങ്കിൽ മനസ്സിൽ യുദ്ധം അവസാനിക്കണം. ഇപ്പോൾ കായികമായി ഒരുപക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും. കരാറിലൂടെ യുദ്ധം താൽക്കാലികത്തേക്ക് വെടിനിർത്തൽ കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഹമാസ് എന്നതൊരു ആശയം കൂടിയാണ്. ഹിസ്ബുള്ള എന്നതൊരു തീവ്ര സംഘടനയല്ല, ഒരു ആശയം കൂടിയാണ്. ഹൂത്തികൾ എന്നതൊരു ട്രൈബൽ വിഭാഗം മാത്രമല്ല, അവർ ഉയർത്തുന്ന ഒരു ആശയമാണ്. ആ ആശയം ഒരു ഇസ്രായേൽ വിരുദ്ധമായി തോന്നാം, പക്ഷെ അവർക്ക് അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ എന്നതാണ്. അതിന് ഇസ്രായേൽ വിഘാതമാകുമ്പോഴാണ് ആ ആശയത്തിന് ഒരു സംഘടനയുടെ രൂപം വരുന്നത്. അതുകൊണ്ട് ഒരു ആശയത്തെ നമുക്ക് കൊല്ലാനാവില്ല. അത് 21ാം നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകതയാണ്. Nobody can kill an idea. You can kill a person, you can kill the soldiers, you can kill the militiamen, but you cannot kill an idea. അതുകൊണ്ടാണ് ഹമാസ് പ്രതിനിധാനം ചെയ്യുന്ന ആശയം, ആ ആശയം പലസ്തീൻ എന്ന ആശയമാണ്. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന ആശയമാണ്. അത് വളരെ ബുദ്ധിമുട്ടാണ് ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ. അതുകൊണ്ട് ചർച്ചകൾ പരമാവധി ഒരിക്കൽ കൂടെ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വരികയാണ്. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ബന്ദികളെ മോചിപ്പിച്ചത് യുദ്ധത്തിലൂടെ അല്ലല്ലോ. സമാധാന കരാർ 2 പ്രാവശ്യം, ആദ്യം 100-ൽ പരം ബന്ദികളെ മോചിപ്പിച്ചു. ഇപ്പോഴിതാ ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 33 ബന്ദികളാണ്. അപ്പൊ അതെല്ലാം സമാധാന കരാറിലൂടെയാണ്. അത് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. നമോവാകം. മറുവശത്ത് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇനി യുദ്ധത്തിലൂടെ മാത്രമായിരിക്കില്ല ഭീകരതയെ തൂത്തെറിയുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു. സമറിയാക്കാരന്റെ വേഷത്തിലേക്ക് ഇസ്രായേൽ മാറുന്നു. ട്രംപ് ഇറാനെതിരെ ഒരു യുദ്ധത്തിന് ഇസ്രായേലിനെ പിന്തുണയ്ക്കില്ല എന്നൊരു പക്ഷേ വ്യക്തമായി മനസ്സിലായത് കൊണ്ടാണോ ഇത്തരം നിലപാടുകളിലേക്ക് ഇപ്പോൾ ഇസ്രായേൽ കൂടി ഒരു ചൂടുമാറ്റം നടത്തുന്നത്? ഇസ്രായേലിനെതിരെ ശ്രീ സോയ്മോൻ, ഇസ്രായേൽ ഇറാനെതിരെ ഒരു യുദ്ധം നടത്തുമെന്ന് കരുതുന്നില്ല ഞാൻ. അത് മാത്രമല്ല, ആ യുദ്ധം നടത്തുന്നതിന്, യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ കാര്യങ്ങൾ തകിടം മറിയും. അങ്ങനെ വന്നാൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടി വരും. അത് ഇറ്റ്സ് എ ലോജിക്. ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ടൊരു കളിയില്ല, അന്നും ഇന്നും എന്നും. അത് ട്രംപ് ആണെങ്കിലും ശരി, ട്രംപിന്റെ മുതുമുത്തച്ഛനാണെങ്കിലും ശരി, ട്രംപിന്റെ കൊച്ചുമകനാണെങ്കിലും ശരി, അങ്ങനെ നടക്കൂ. അത് മാറ്റി നിർത്തിയാൽ നിലവിലുള്ള സാഹചര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ട്രംപിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഈ മധ്യപൗരസ്ത്യ പ്രദേശത്തെ സമാധാനത്തിന്റെ ദൂതനായി ഞാൻ മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇനിയും ഇടനിലക്കാരൊന്നും വേണ്ട. ഈജിപ്തും ഖത്തറും ഒക്കെ ഔട്ട്, ഇൻ കംസ് അമേരിക്ക. ഇത് ട്രംപിന്റെ ഒരു നയമാണ്. അപ്പം മധ്യസ്ഥന്റെ റോളിലേക്കും സമാധാനത്തിന്റെ കാവൽ നായ എന്ന രൂപത്തിലേക്കും ഒരു വശത്ത് ട്രംപ് പൊസിഷൻ ചെയ്തു. പക്ഷേ ട്രംപ് തന്നെ തുടങ്ങി വയ്ക്കുന്ന പുതിയ യുദ്ധങ്ങൾ ഒരു അനാക്രോണിസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വശത്തെ സമാധാനം സ്ഥാപിക്കുന്ന റഷ്യ ഉക്രൈൻ, മറുവശത്തെ ഞങ്ങൾ പലതും ഇങ്ങ് എടുക്കുകയാണ്, ഗ്രീൻലൻഡും കാനഡയും പാനമയും ഉൾപ്പെടെയുള്ളത് ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ യുദ്ധം അവസാനിക്കും എന്ന് പറഞ്ഞാൽ അതേ നാവ് കൊണ്ട് തന്നെയാണ്
പുതിയ യുദ്ധത്തിനുള്ള പടകധ്വനി ഉയർത്തുന്നത് എന്നത് വിരോധാഭാസമായ തോന്നൽ. പക്ഷെ നാമ്പ് കൊണ്ട് യുദ്ധം ചെയ്യുന്ന ട്രംപിനെ പെട്ടെന്ന് ലോകം തിരിച്ചറിയില്ല. ഇപ്പോൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തും എന്ന ഭയപ്പെടുത്തൽ, എന്നാൽ നാറ്റോ സഖ്യങ്ങൾക്ക് ചില സാമ്പത്തികമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന സൂചന മറുവശത്ത് നൽകുന്നു. യുദ്ധം അവസാനിപ്പിക്കാനാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ തന്റെ വാചകമടിയിലൂടെ നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി അമേരിക്ക എന്ന ഈ വലിയ ലോക പോലീസുകാരനെ കാട്ടി ഭയപ്പെടുത്തി അങ്ങനെ വരുതിയിലാക്കാൻ ട്രംപിന് കഴിയുമോ? ഞാനിതാ റെഡിയാണ്, എന്തിനും റെഡിയാണ്. ഒരു കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ഇല്ല, ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടണം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം, പക്ഷേ ഞങ്ങളുടെ താല്പര്യം അവിടെ സംരക്ഷിക്കപ്പെടണം എന്ന ഒരു നയം. അത് ട്രംപിന്റെ ഒരു പ്രത്യേകതയാണ്, ടിപ്പിക്കൽ ബിസിനസ്സുകാരൻ്റെ ഒരു പ്രത്യേകതയാണ്. കമന്ന് വീണാൽ കാൽപ്പണം എന്ന് പറയുന്ന ആ ഒരു പ്രമാണം ട്രംപിന്റെ കാര്യത്തിൽ കറക്റ്റാണ്. നിങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകുമ്പോഴും ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകണം. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ വിഷയമല്ല. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചാൽ അത് ഞങ്ങളുടെ വിഷയമല്ല, എല്ലാവരുടെയും വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾ കുഴിക്കും, ഡ്രിൽ ബേബി ഡ്രിൽ. ഞങ്ങൾ കുഴിച്ച് ഹൈഡ്രോ കാർബൺ എടുക്കും, ഇഷ്ടം പോലെ എടുക്കും, നിങ്ങളും എടുത്തോളൂ. ലോകത്തെ ബാക്കി കാര്യം, വി ഹാവ് ടെക്നോളജി, വി ഹാവ് ടെക്നോ ഓപ്റ്റിമിസം. ഞങ്ങൾക്ക് ഇലോൺ മസ്ക് ഉണ്ട്, നാളുകളിലേക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്, ചൊവ്വാഗ്രഹം വരെ ഞങ്ങൾ കീഴടക്കും. അതുകൊണ്ട് തീർച്ചയായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സയന്റിഫിക് റിസർച്ച് ആൻഡ് വിശാലമായ യൂണിവേഴ്സ്, ഇതെല്ലാം തന്നെ ഞങ്ങളുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങും. ആ ഒരു ആത്മവിശ്വാസമാണ്. അതുകൊണ്ട് പൊല്യൂഷൻ ഒരു വിഷയമല്ല, ആരോഗ്യം ഒരു വിഷയമല്ല. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ഞങ്ങൾ പിൻവാങ്ങുന്നു. കാരണം നിങ്ങൾ ചൈനയും അമേരിക്കയും ഒരേ ത്രാസിൽ വെച്ച് തൂക്കാൻ നോക്കണ്ട. ചൈന വേറെ, ഞങ്ങൾ വേറെ. ചൈനയ്ക്ക് അനുകൂലമായ നിലപാട് ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ പനാമ കനാൽ, അത് ഞങ്ങളുടെ അധ്വാനമാണ്, അമേരിക്കക്കാരന്റെ വിയർപ്പ് തുള്ളികളാണ്, അമേരിക്കയുടെ അധ്വാനമാണ്. ആ പനാമ കനാൽ ഞങ്ങൾ ചിലപ്പോഴെങ്കിലും തിരിച്ചെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ കർശനമായ ഒരു മെസ്സേജാണ്. ഈ മെസ്സേജ് കൊടുക്കുന്നത് വാചക കസരത്തിലൂടെ കൊടുക്കുകയും പറഞ്ഞു വെക്കുകയും ചെയ്യുകയാണ്. പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പിന്നീട് നടപ്പാകുന്നതെല്ലാം തന്നെ ബോണസാണ്. അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഒറ്റയടിക്കും കൊണ്ട് പറഞ്ഞു വെക്കുകയാണ്, അത് തുരുതുര പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അതിൽ എന്ത് നടപ്പായാലും അത് ബോണസായി കരുതുന്നതാണ് ട്രംപിന്റെ ബിസിനസ്. പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഭാവിയിൽ സമീപ വർഷങ്ങളിൽ തന്നെ അമേരിക്കയിലെ വാഹനങ്ങൾ മുഴുവൻ ഇലക്ട്രിക് മോഡിലേക്ക് മാറണം എന്ന മുൻ ഭരണകൂടത്തിന്റെ തീരുമാനം റദ്ദാക്കപ്പെടുന്നു. വീണ്ടും വൻതോതിലുള്ള എണ്ണ സമ്പത്ത് ഖനനം ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. അപ്പോൾ ഇതുവരെ അമേരിക്ക പുലർത്തിയിരുന്ന മുന്നോട്ട് വെച്ച പ്രകൃതി സൗഹൃദ സമീപനം പൂർണ്ണമായി ട്രംപ് അട്ടിമറിക്കുന്നു. മറുവശത്ത് ഇസ്രായേലിന്റെ നയങ്ങളിൽ പ്രകടമായ മാറ്റം വരുന്നു. അപ്പോൾ അമേരിക്ക തങ്ങളുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് പൂർണ്ണമായി വ്യതിചലിക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്? അമേരിക്കയുടെ മുൻകാലങ്ങളിലെ നയം, പണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് ഐസൊലേഷനിസം എന്ന് പറഞ്ഞാൽ യൂറോപ്യന്മാർ, ഫ്രാൻസുകാരും ബ്രിട്ടീഷുകാരും ജർമ്മൻസും റഷ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കും. ഇതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്ത് സംരക്ഷിച്ച്, ഞങ്ങളുടെ ഏരിയ സംരക്ഷിച്ച് ഞങ്ങൾ നിർത്തിക്കോളാം. നിങ്ങൾ ആരും ഇങ്ങോട്ട് വന്ന് ഇടപെടേണ്ട. മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഡോക്ട്രിനാണ്. അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡങ്ങളിൽ യൂറോപ്പിന് ഇടപെടൽ ഇല്ലാത്തിടത്തോളം കാലം ഞങ്ങൾ ഇവിടെ സമാധാനമായി കഴിഞ്ഞുകൊള്ളാം. അതാണ് സെൽഫ് ഇമ്പോസ്ഡ് ഐസൊലേഷനിസം, പോളിസിയാണ്. അത് മാറി ലോകമഹായുദ്ധം വന്നപ്പോൾ, 1-2 ലോകമഹായുദ്ധങ്ങൾ വന്നപ്പോൾ അമേരിക്ക മുന്നണിയിലേക്ക് വരികയാണ്. അന്ന് മുതൽ ആക്റ്റീവ് ഇന്റർവെൻഷനിസം. ലോകത്തൊരു ഈച്ച പറഞ്ഞാൽ പോലും അത് ഞങ്ങളുടെ കൺസേൺ ആണ്. ഏത് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാലും ഞങ്ങളുടെ കൂടെ കൺസേൺ ആണ് എന്ന് പറയുന്ന രീതിയിൽ ആക്റ്റീവ് ഇന്റർവെൻഷനിസം ആൻഡ് ഗ്ലോബലിസം, ആ പോളിസിയിൽ നിന്നും വീണ്ടും ഐസൊലേഷനിസത്തിലേക്കുള്ള തിരിച്ചുപോക്കാണോ, അതോ ഇതിന്റെ ഒരു വയാമീഡിയ ആണോ ട്രംപ് പുലർത്തുന്നത് എന്നതാണ് ഇവിടുത്തെ കാതലായ ചോദ്യം. അതുകൊണ്ടാണ് അമേരിക്ക എന്ന ഇടത്തേക്ക് നിങ്ങൾ വരണ്ട, ചൈനീസ് കപ്പലുകൾ വരണ്ട, ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് വരണ്ട, ചൈനീസ് ഇറക്കുമതി വരണ്ട. പാനമ കനാലിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങൾ, അറ്റ്ലാന്റിക്കിലേക്കും പസഫിക്കിലേക്കും തുറക്കുന്ന നദീമുഖങ്ങൾ അല്ലെങ്കിൽ ആ അഴിമുഖങ്ങൾ നിയന്ത്രിക്കാൻ ഹോങ്കോങ് കമ്പനികൾ ദേ ആർ നോട്ട് വെൽക്കം, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. അത് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കും. ഇതൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്ക ഭൂഖണ്ഡങ്ങൾ, അത് രണ്ടും, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ആൻഡ് ഓൾസോ കരീബിയൻ, ആ മേഖല ഞങ്ങളുടെ ഫീഫ്റ്റമാണ്.
ഞങ്ങൾക്കറിയാം അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ചൈന ആൻഡ് റഷ്യ ആൻഡ് യൂറോപ്പ് ഔട്ട്. നിങ്ങളുടെ യുദ്ധം, യൂറോപ്യന്മാരോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ യുദ്ധമാണ് ഉക്രൈൻ, ഞങ്ങളുടെ യുദ്ധമല്ല. നിങ്ങൾ പണമുണ്ടാക്കണം, നിങ്ങളുടെ സമ്പത്തിന്റെ 5%, ബഡ്ജറ്റിന്റെ 5% അതിനുവേണ്ടി മാറ്റിവെക്കണം. ഞങ്ങൾ പൈസ ചില്ലി പൈസ തരില്ല. ഇതൊക്കെയാണ് NATO ഒക്കെയാണ്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പൊ അറ്റ്ലാന്റിക്കിന് കിഴക്കുള്ള നിങ്ങൾ അങ്ങോട്ട് പണം മുടക്കിയാൽ മതി, അറ്റ്ലാന്റിക്കിന് പടിഞ്ഞാറുള്ള ഞങ്ങളുടെ പോക്കറ്റിലെ പണം കണ്ട് നിങ്ങൾ പനിക്കണ്ട എന്ന് തന്നെയാണ് ട്രംപ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെ, ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ട് പിൻവലിക്കുന്നു. പക്ഷേ ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് തൊട്ടു മുൻപ്, ഞാൻ അധികാരത്തിൽ വന്നാൽ അതിനു മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഹമാസിന് സമ്മാനിക്കുന്നത് നരകമായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനും സമാനമായ ചില മുന്നറിയിപ്പുകൾ ട്രംപ് നൽകിയിരുന്നു. അവിടെയൊക്കെ ലോകം കണ്ടത് ട്രംപ് കടന്നു വരും, ഇസ്രായേലിനെ മുൻനിർത്തി വലിയ ആക്രമണങ്ങളിലേക്ക് ട്രംപ് തിരിയും, അമേരിക്ക മധ്യേഷ്യയിൽ വീണ്ടും പിടിമുറുക്കും. ഇത്തരം കണക്കുകൂട്ടലുകളായിരുന്നു പൊതുവെ ലോകത്തിന്. എന്നാൽ സമാധാനപ്രേമി അല്ലാത്ത ട്രംപിനെ സംബന്ധിച്ച് പുതിയ തന്ത്രങ്ങൾ ഒരുക്കുന്ന ഒരു കാഴ്ചയല്ലേ ഇപ്പോൾ മധ്യേഷ്യയിൽ പോലും പ്രകടമാകുന്നത്. അത് ആ മേഖലയിലെ പുതിയ ശാക്തീകരണങ്ങൾ എത്രമാത്രം സുഗമമാകും? പ്രവചനാതീതമായ ഒരു സ്വഭാവം നിലനിർത്തുന്നതിലാണ് ട്രംപിന്റെ USP. ഇപ്പൊ പ്രവചിക്കപ്പെട്ട ട്രംപ്, നമ്മൾ ഇന്ത്യക്കാർ പ്രവചിച്ചല്ലോ, ഇന്ത്യയുടെ ഭരണ നേതൃത്വം ഉൾപ്പെടെ പ്രവചിച്ചല്ലോ, ട്രംപ് വരും, എല്ലാം ശരിയാകും. പക്ഷേ ഓഹരി വിപണി കൂപ്പുകുത്തി, ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് വരുമ്പോൾ ട്രംപിനെ പേടിക്കുക എന്നുള്ളതല്ല, ആ ആകാംക്ഷയിലാണ്. ഓഹരി വിപണിയൊക്കെ മുൻകൂട്ടി തന്നെ ഡിസ്കൗണ്ട് ആകും. അതിനർത്ഥം ആകാംക്ഷയുണ്ട്. ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിലും ചൈനയിലും റഷ്യയിലും എല്ലായിടത്തും ആകാംക്ഷയുണ്ട്. ആ ഒരു ആകാംക്ഷയും ജിജ്ഞാസയും ഒരുപോലെ നിലനിർത്താൻ ലോകത്തിന് കഴിയുന്നിടത്താണ് ട്രംപ് എന്ന വ്യക്തിയുടെയും ട്രംപ് എന്ന തന്ത്രജ്ഞന്റെ വിജയം. അപ്പൊ ഇതൊരു പ്രത്യേക ജനുസാണ്. ട്രംപ് എന്ന് പറയുന്ന ആള് വെറും രാഷ്ട്രീയക്കാരനായോ ബിസിനസ്സുകാരനായോ മാത്രം കരുതാനാവില്ല. ട്രംപിന്റെ ഓൺ ബുദ്ധിയും അദ്ദേഹത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളും എല്ലാം ഉടച്ചു വാർക്കാനുള്ള ഒരു നീക്കത്തിലാണ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട കാര്യം, ട്രംപ് ഉടച്ചു, അത് ശരിയാണ്. വാർത്തെടുക്കാൻ പറ്റുമോ? ഉടച്ചിടുക മാത്രമാണോ, വാർക്കാൻ കൂടി സാധിക്കുമോ എന്നതാണ്. ഇപ്പൊ പറഞ്ഞു വെച്ചെല്ലാം, എല്ലാ അജണ്ടകളും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു വെച്ചു. യഥാർത്ഥത്തിൽ ഇതൊരു ബൂഫെ പോലെയാണ്. ബൂഫയില് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും, അതെല്ലാം ഒറ്റയടിക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാശ് മുടക്കിയാണ് ബൂഫയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് കഴിക്കാനാവില്ല. അല്പം കഴിക്കുക എന്നതല്ലാതെ എല്ലാ വിഭവങ്ങളും ഒരുമിച്ച് കൺസ്യൂം ചെയ്യാനുള്ള തത്രപ്പാടിലായിരിക്കുമ്പോൾ ആ തന്ത്രജ്ഞതയെ ഇനിയും ലോകം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. തങ്ങൾ വിജയിച്ചു എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. ഇനി അങ്ങോട്ട് ഇസ്രായേലിന്റെ ഒരു നീക്കം എന്തായിരിക്കും? പൊതുവെ കരുതിയത് ഹമാസുമായുള്ള ഈ വെടിനിർത്തൽ കരാർ പൂർണ്ണതോതിൽ പാലിക്കപ്പെടില്ല എന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്നിപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നിലയ്ക്ക് എന്താവും ഇനി ഇസ്രായേലിന്റെ നീക്കങ്ങൾ? ഇസ്രായേൽ മാത്രമല്ല പ്രഖ്യാപിച്ചത്, ഹമാസും പ്രഖ്യാപിച്ചു ഞങ്ങൾ യുദ്ധം ജയിച്ചു. ഒരു യുദ്ധവും ആരും തോറ്റിട്ടില്ല. 21ാം നൂറ്റാണ്ടിൽ ഒരു യുദ്ധവും ആരും ജയിക്കില്ല, ആരും തോക്കില്ല. എല്ലാവരും സമനിലയിലാണ്. നിഷ്പക്ഷത നോക്കുമ്പോൾ അത് സമനിലയിലാണ്. ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ, 2 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഒന്ന്, ഹമാസിനെ ഫിനിഷ് ചെയ്യും. പൂർണ്ണമായി ഫിനിഷ്ഡ് ആയിട്ടില്ല. ഹമാസ് മെലിഞ്ഞിരിക്കുന്നു, പക്ഷേ തൊഴുത്തിൽ കിട്ടാറായിട്ടുമില്ല. 2, ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കും. അത് ബലപ്രയോഗത്തിലൂടെ പോലും മോചിപ്പിക്കും. ബലപ്രയോഗത്തിലൂടെ ഒരു ബന്ദിയെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കരാറിലൂടെ മാത്രമേ 2 തവണയായി, ആദ്യം 100-ൽ പരം ബന്ദികൾ, പിന്നീട് ഇപ്പോൾ ഘട്ടം ഘട്ടമായി. അതുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞത് പൂർണ്ണമായി നടപ്പായിട്ടില്ല. എന്നാൽ ഇസ്രായേലിന്റെ ആത്യന്തികമായ ചില ലക്ഷ്യങ്ങൾ, ഈ ചുറ്റുപാടും ഉള്ള സമ്മർദ്ദത്തെ പരമാവധി കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ വീണ്ടും പൂർണ്ണമായി പരാജയപ്പെടുത്താനാവില്ല എന്ന്, അല്ലെങ്കിൽ പ്രോക്സികളിലൂടെ മാത്രം വിചാരിച്ചാൽ ഇസ്രായേൽ പരാജയപ്പെടില്ല എന്നും, പൂർണ്ണമായി ഇസ്രായേൽ പ്രഹരമേൽപ്പിക്കാൻ കഴിയില്ല എന്നും. ആകെ ഉണ്ടായ പ്രഹരം എന്ന് പറയുന്നത് 1200 പേരെ ഹമാസിന് കൊല ചെയ്യാൻ സാധിച്ചു. അത് മാത്രമല്ല ബന്ദികളെ പിടിച്ചുകൊണ്ട് പോകാൻ സാധിച്ചു. അവിടെ അവരുടെ നേട്ടം അവസാനിക്കുകയാണ്. ബാക്കിയെല്ലാം ഇസ്രായേലിന് ആൾനാശം അധികം ഉണ്ടായില്ല, വസ്തുനാശം കുറെയൊക്കെ ഉണ്ടായി ഇറാനിയൻ മിസൈലുകളിൽ. അതുകൊണ്ട് പൂർണ്ണമായ വിജയം ഇസ്രായേൽ ഉണ്ടായില്ല, പൂർണ്ണമായ പരാജയം ഉണ്ടായില്ല. ഇത് ഒരു പക്ഷേ കരാറിലേക്ക് എത്തി. അത് ഇപ്പോൾ പറയുന്നത് ഹമാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഹമാസ് ഉൾപ്പെടെ ഗാസയുടെ ഭാഗധേയം നിർണയിച്ചു തുടങ്ങി വീണ്ടും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉദ്ദേശ ലക്ഷ്യം അവിടെ പാളിയില്ലേ? പക്ഷെ ഇറാനെ ദുർബലമാക്കാൻ ഇതിനകം തന്നെ ഇസ്രായേലിന് കഴിഞ്ഞു, ഇറാന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ.
ഇറാൻ ഒരു വലിയ രാജ്യമാണ്, ദുർബലപ്പെടുത്താനാവും. പക്ഷെ ഇറാനും ഒരു വികാരമാണ്. ഇപ്പം തന്നെ നമ്മുടെ തന്നെ നാട്ടിൽ ഇറാൻ അനുകൂലികളായ ഒരുപാട് പേരുണ്ട്. അവരെന്താണ് ഇറാനെ കുറിച്ച് മനസ്സിലാക്കുന്നതെന്ന നിശ്ചയമില്ല. പക്ഷേ ഇറാൻ എന്നത് റെസിസ്റ്റൻസിന്റെ, ആരാണോ ഒരു ഡോമിനന്റ് പവറിനോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് അവർക്ക് ഒരുപാട് ആരാധകരുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ഇറാന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഒരുപാട് പേര് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, ഇപ്പോഴത്തെ മതഘടനകൾ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തെ അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇറാനിൽ മാറ്റം ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഇറാൻ ഒരു മിഡീവൽ ഘട്ടത്തിലേക്ക് പോകണം. വളരെ വളരെ കൺസർവേറ്റീവ് ചിന്താഗതിയുള്ള ആളുകളും ഉണ്ട് ഇറാനിൽ. അത് തുല്യ നമ്പേഴ്സാണ്, ഏതാണ്ട് ബലാബലത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇറാൻ എന്ന രാജ്യത്തെ കൂടുതൽ പ്രകോപിപ്പിച്ച് ഉദ്ദേശം നേടാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പ്രകോപനമല്ല, പ്രീണനവുമല്ല, ഇതിന് മധ്യേയുള്ള ഒരു പ്രായോഗിക നയമാണ്. അതാണ് ഈ ഡൂയിങ് ബിസിനസ് വിത്ത്. അപ്പം അതായത് ഡൊണാൾഡ് ട്രംപിന് അറിയാം പുടിനോട് എന്ത് സംസാരിക്കണം, സെലൻസ്കിയോട് എന്ത് സംസാരിക്കണം, കിം ജോങ് ഉന്നിനോട് എന്ത് സംസാരിക്കണം എന്നറിയാവുന്ന ഒരാളാണ് ട്രംപ്. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് ആരോടുമല്ലാതെ കുറെ കാര്യങ്ങൾ അങ്ങ് കയറ്റി പറഞ്ഞു വയ്ക്കും. എന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഹരിച്ചു കുണിച്ച അജാനൊന്നും വിഷമിക്കണ്ട, ഞാൻ അന്നേരം പറഞ്ഞു വെച്ചതേ ഉള്ളൂ, നമുക്ക് പറഞ്ഞ സെറ്റപ്പ് ആക്കാം. ഇതൊരു തരം ബിസിനസിന്റെ ടിപ്പിക്കൽ ബിസിനസ്, വില കയറ്റി അങ്ങോട്ട് പറയുക, എന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഓക്കെ ഡീൽ എന്ന് പറയുന്ന ടിപ്പിക്കൽ ബിസിനസ് പോളിസിയാണ്. ട്രംപിന് വാസ്തവത്തിൽ ഇസ്രായേലിന്റെ നേരത്തെയുള്ള യുദ്ധ നീക്കങ്ങളൊക്കെ അനുഗ്രഹമായി എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം ട്രംപ് വരുന്നതിന് മുമ്പ് തന്നെ മധ്യേഷ്യയെ ഒരു പരുവമാക്കി ഇസ്രായേൽ പരുവപ്പെടുത്തി ട്രംപിന് മുന്നിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് അടക്കാൻ ട്രംപിന് കഴിയുന്നത്. മറുവശത്ത് അമേരിക്കയുടെയും നാറ്റോയുടെയും ഒക്കെ സഹായത്തോടെ യുക്രൈൻ, പ്രത്യേകിച്ച് വ്ളാദിമിർ സെലൻസ്കി അതിശക്തമായ ഒരു പ്രതിരോധം റഷ്യക്കെതിരെ തീർത്തിരുന്നു. വലിയ നഷ്ടങ്ങൾ റഷ്യൻ സേനയ്ക്ക് വരുത്തുന്നതിലും യുക്രൈൻ വിജയിച്ചു. ഇപ്പോൾ ട്രംപ് ഉയർത്തുന്ന ഓരോ അവകാശവാദങ്ങൾക്ക് പിന്നിലും വലിയ സഹനങ്ങളുണ്ട്. ട്രംപിന് ഒരു ചെറിയ പരാജയം പറ്റിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ അത് യുക്രൈൻ വിഷയത്തിൽ. ഞാൻ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈനിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരും. ഐ വിൽ സ്റ്റോപ്പ് ദ വാർ ഇൻ 24 hours. 24 കഴിഞ്ഞു, 48 കഴിഞ്ഞു, 100 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴും റഷ്യൻ സൈന്യം കഴിഞ്ഞ ദിവസം ഖാർക്കീവ്, രണ്ടാമത്തെ വലിയ നഗരമാണ്, ഖാർക്കീവിന് സമീപമുള്ള ഒരു ഗ്രാമം പിടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പൊ യുദ്ധം അവസാനിച്ചിട്ടില്ല, പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അതുകൊണ്ട് ട്രംപ് പറയുന്ന ഒരു ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നത് ആദ്യം തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും അതിലേക്കുള്ള വഴികളാണ് പുടിന് കൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ, റഷ്യക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു റഷ്യ വിരുദ്ധത പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ എന്നത് അത് കാഞ്ഞ ബുദ്ധിയാണെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം റഷ്യൻ വംശജർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണ് റഷ്യ കീഴടക്കിയത്. ഉക്രൈനിലാണെങ്കിലും ഡൊണസ്ക് പ്രവിശ്യയും ലുഹാൻസ് പ്രവിശ്യയും കിഴക്കുള്ള പ്രവിശ്യകളാണ്. അവിടെ മഹാഭൂരിപക്ഷവും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന റഷ്യൻ വംശജരാണ്. ആ ഭാഗം സ്വാഭാവികമായും റഷ്യയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടേണ്ടതാണ് എന്ന് ട്രംപ് ഒരു നിലപാടെടുത്താൽ പുടിന് വളരെ സ്വീകാര്യമായിരിക്കും. പുടിൻ ഞങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷമായി മടങ്ങും. അതുപോലെ ഈ നേരത്തെ മുൻകൂട്ടി തന്നെ പിടിച്ചെടുത്ത പ്രവിശ്യകളുണ്ട്, അത് നിലനിർത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ, സെലൻസ്കിക്ക് പിന്നിൽ നിൽക്കാൻ യൂറോപ്യൻ യൂണിയൻ വിസമ്മതിക്കുകയും ചെയ്തേക്കാം, ചെയ്തു കൂടായികയില്ല. അമേരിക്കയായിരുന്നല്ലോ പിൻബലം. അമേരിക്ക പിന്മാറി കഴിഞ്ഞാൽ സെലൻസ്കിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് യുദ്ധം അങ്ങനെയായിരിക്കും ഒരുപക്ഷെ അവസാനിക്കാൻ സാധ്യത. അതായിരിക്കണം ട്രംപ് മനസ്സിൽ കണ്ട ഫോർമുല. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ പ്രവചനാതീതമാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളും ട്രംപിന്റെ മനസ്സുമൊക്കെ. അതുപോലെ പ്രവചനാതീതമായിരിക്കുന്നു ഇപ്പോൾ അമേരിക്കയുടെ ഈ നയതന്ത്രവും. വളരെ നന്ദി, നമസ്കാരം.